നമസ്കാരം. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനമുണ്ടാകില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളം സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ നാടാണെന്നും നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന കുറ്റവാളികൾക്ക് കടുത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമപാലകരെയും സിസ്റ്റത്തെയും വെല്ലുവിളിച്ച് വീരവാദം മുഴക്കിയ അർജുൻ ആയങ്കിയെ പോലീസ് അറസ്റ്റ് ചെയ്ത നടപടിയെ പരാമർശിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കുറ്റവാളികളെ നിലയ്ക്ക് നിർത്താൻ ഭരണകൂടത്തിന് ബാധ്യതയുണ്ടെന്നും ഇന്നലെ മുതൽ അതിനായുള്ള ശക്തമായ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്റെ രോമത്തിൽ പോലും തൊടില്ലെന്ന് വീരവാദം മുഴക്കിയ അർജുൻ ആയങ്കിയെയാണ് ഒടുവിൽ മണിച്ചിത്രത്താഴിട്ട് കേരള പോലീസ് പൂട്ടിയത്. പക്ഷേ ഇത് വെറും സാമ്പിൾ വെടിക്കെട്ട് മാത്രമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഓണക്കാലം മുന്നിൽ നിർത്തി സംസ്ഥാനത്തുടനീളം പരിശോധനകളും നടപടികളും ഊർജിതമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും റൌഡി ലിസ്റ്റ് പ്രകാരം ക്രിമിനലുകൾക്കെതിരെ കർശന നിരീക്ഷണം ഏർപ്പെടുത്തും. ഏത് രാഷ്ട്രീയ സംരക്ഷണം ലഭിച്ചാലും അത്തരം ആളുകൾക്കെതിരെ നടപടിയുണ്ടാകും. കുറ്റവാളികളെ മാത്രമല്ല, അവരെ പോറ്റി വളർത്തുന്ന ആളുകളെയും വെറുതെ വിടില്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ നിയമപരമായി സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ദിവസങ്ങളോളം പോലീസിനെയും ഭരണ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ച് ഒളിവിലിരുന്ന കുപ്രസിദ്ധ കുറ്റവാളി അർജുൻ ആയങ്കി ഒടുവിൽ വലയിലായത് സിനിമാ കഥകളെ പോലും വെല്ലുന്ന നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ്. തളിപ്പറമ്പിലെ ലോഡ്ജിൽ നിന്നിറങ്ങി പയ്യന്നൂരിലേക്ക് ഓട്ടോ പിടിച്ചതും ഓട്ടോക്കാരന്റെ ഫോണിൽ നിന്ന് സുഹൃത്തിനെ വിളിച്ചതുമാണ് ആയങ്കിയുടെ ഒളിവ് ജീവിതത്തിന്റെ കഥ മാറ്റിയെഴുതിയത്. ഉച്ചയ്ക്ക് 3:30 ലഭിച്ച ഒറ്റ സൂചനയിൽ നിന്ന് രാത്രി 2 മണിക്ക് നടത്തിയ കൃത്യതയാർന്ന സർജിക്കൽ സ്ട്രൈക്കിലൂടെയാണ് കണ്ണൂരിലെ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ക്രമസമാധാന പാലകർ ആയങ്കിയെ പൊക്കിയെടുത്തത്. കണ്ണൂർ തളിപ്പറമ്പിലെ രഹസ്യ ലോഡ്ജിലായിരുന്നു ആയങ്കി കുറച്ചു ദിവസങ്ങളായി തങ്ങിയിരുന്നത്. എന്നാൽ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം തളിപ്പറമ്പിലെ ഒളിത്താവളം മനസ്സിലാക്കിയെന്ന സൂചന കിട്ടിയതോടെ പ്രതി അവിടെ നിന്നും അതിവേഗം രക്ഷപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പയ്യന്നൂർ ഭാഗത്തേക്ക് പുറപ്പെട്ടു. ഈ യാത്രാവേളയിലാണ് ആയങ്കിക്ക് വലിയ പിഴവ് സംഭവിച്ചത്. സ്വന്തം ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നതിനാൽ ഇയാൾ ഓട്ടോ ഡ്രൈവറുടെ ഫോൺ വാങ്ങി സുഹൃത്തായ ജിതിനെ വിളിക്കുകയായിരുന്നു. ആയങ്കയുടെ പെരുമാറ്റത്തിലും വിളിയിലും സംശയം തോന്നിയ ഓട്ടോ ഡ്രൈവർ ഇയാൾ ഇറങ്ങിപ്പോയതിന് തൊട്ടു പിന്നാലെ വിവേകപൂർവ്വം വിവരങ്ങൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഈ ഫോൺ കോളാണ് കേസിൽ നിർണായക വഴിത്തിരിവായി മാറിയത്. ഓട്ടോക്കാരൻ നൽകിയ ജിതിന്റെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് അതിവേഗം അന്വേഷണം ഊർജിതമാക്കി. നിമിഷങ്ങൾക്കകം ജിതിനെ പോലീസ് പൊക്കിയെങ്കിലും ആദ്യഘട്ടത്തിൽ ഇയാൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും സത്യം മറച്ചുവെക്കാനും ശ്രമിച്ചു. തുടർന്ന് റോഡുകളിലെയും പ്രധാന കവലകളിലെയും CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് ജിതിന് മുന്നിൽ നിരത്തിയതോടെ ഇയാൾക്ക് നിവർത്തിയില്ലാതായി. ജിതിന്റെ കാറിലാണ് ആയങ്കി യാത്ര ചെയ്തതെന്നും കണ്ണൂർ നഗരത്തിലെ ഒരു ലേഡി അഡ്വക്കേറ്റിന്റെ ഫ്ളാറ്റിലേക്കാണ് ഇയാൾ പോയതെന്നും ജിതിന് തുറന്നു പറയേണ്ടി വന്നു.